ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സാധാരണ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരാറ്. എന്നാൽ ഈ തവണ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് November 10. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം പഠനം ആരംഭിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊരു ധാരണയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്സാമിനെ സമീപിക്കുവാൻ. ഒരു കഴിഞ്ഞ എക്സാമുകളുടെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ സിലബസ് വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ എക്സാം മുതലെടുക്കാം. ആദ്യത്തെ എക്സാം നമുക്ക് എന്താണ്, ഒരു ബേസ് ലെവൽ ചോദ്യങ്ങൾ മാത്രം വന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു അല്ലേ. ബേസ് ലെവൽ ചോദ്യങ്ങൾ മാത്രമായിരുന്നു ആ ഒരു എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പം ഏറെക്കുറെ കട്ട് ഓഫ് ആയിട്ട് വന്നത് 80 to 82 റേഞ്ചിലായിരുന്നു. അതായത് ഏറ്റവും ബേസ് ലെവലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോയ ഒരാളെ സംബന്ധിച്ച് ആ ഒരു എക്സാം മറികടക്കുക എന്നത് എളുപ്പമായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന എക്സാം, നമ്മുടെ ഈ ഒരു October 12 നടന്ന എക്സാം പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ എക്സാമിനും എന്താണ്, ക്വസ്റ്റ്യൻസിന്റെ നിലവാരം മാറുന്നുണ്ട്, ക്വസ്റ്റ്യന്റെ പാറ്റേണുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു കറക്റ്റ് സിലബസിന്റെ അതേ ഓർഡറിലാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത്, അടുത്ത എക്സാമിന് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യുവാനെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം GK ഇംഗ്ലീഷ് മാത്സ് എന്നതാണ് പൊതുവെ കൂടുതൽ കുട്ടികളും നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞ ഏരിയ ആയിട്ട് പറഞ്ഞത്. ഈ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. GKയുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോപ്പിക്ക് കൃത്യമായി എല്ലാ ദിവസവും കവർ ചെയ്യുക. നിങ്ങൾ ആദ്യം ഇൻഡിവിജ്വൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ വെയിറ്റേജ് തന്നെ എന്ത് ചെയ്തിരിക്കണം, GK ഇംഗ്ലീഷ് മാത്സിന് കൂടി കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് കോപ്പറേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ GK കൂടി നോക്കുക. GKയുടെ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പോർഷൻ കൂടി നിങ്ങൾ നോക്കുക. നാളെ നിങ്ങൾ ഇംഗ്ലീഷാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മാത്സിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റിയുടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മാത്സിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ചെയ്ത് പരിശീലിച്ചെങ്കിൽ മാത്രമാണ് എക്സാം ഹാളിൽ നമുക്ക് വളരെ വേഗത്തിൽ ആൻസറിലോട്ട് എത്തുവാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ ബാങ്കിങ് ആണ് നോക്കുന്നതെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ്. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ കോപ്പറേറ്റീവ് ലോ നമുക്ക് എപ്പോഴും പ്രീവിയസ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. നമ്മുടെ കോർ ഏരിയ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോർ ഏരിയയിൽ നിന്നും മാത്രം ചോദ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു CSEBനെ സംബന്ധിച്ച്. എന്നാൽ ഈ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ ഒരു സെക്ഷൻസിൽ നിന്നും അതുപോലെ റൂളുകളും കുറച്ച് പ്രീവിയസ് അല്ലാത്ത കുറച്ച് സെക്ഷൻസും റൂളുകളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു ആദ്യത്തെ 10 സെക്ഷൻസും 10 റൂളുകളും പഠിക്കുക. 10 സെക്ഷൻസ് 10 റൂളുകൾ. അതായത് സെക്ഷൻ 1 ഇതാണ്, സെക്ഷൻ 2 ഡെഫിനിഷൻ ആണ്. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 10 സെക്ഷനും 10 റൂളും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഓർമ്മ നിൽക്കുന്നത് എത്ര സെക്ഷൻസ് ആണ് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പം നിങ്ങളിപ്പം കോപ്പറേഷൻ പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, ബാക്കി അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റൂളുകൾ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ എക്സാമിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു 110 സെക്ഷനും 201 റൂളുകളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളും റൂളുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ഇപ്പോൾ സെക്ഷൻ 101 ഏതാണ്, അല്ലെങ്കിൽ സെക്ഷൻ 99 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇയറുകൾ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കോപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ICAയുടെ കാര്യം പറയുമ്പോഴാണെങ്കിൽ 1892 കോൺഫറൻസ് കൂടുന്നു. ലണ്ടനിൽ കോൺഫറൻസ് കൂടിയിട്ടാണ് ICA രൂപീകരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം 1895 ICA രൂപം കൊള്ളുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഇയറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കുവാനായിട്ട് പറ്റും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ടൈം ലൈൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത്
കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അക്കൗണ്ടൻസി. ഇപ്പോൾ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിട്ടുള്ളത് എന്താണ്? അക്കൗണ്ടൻസിയാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബേസ് മനസ്സിലാക്കുക എന്നതാണ്. ബാക്കി ഏത് സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ടോപ്പിക്കുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഏറ്റവും ഹാർഡായ ചോദ്യങ്ങൾ പോലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, അതുപോലെ ജേണൽ എൻട്രി ചോദിച്ചാൽ പോലും നമുക്ക് തെറ്റാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് നമുക്ക് അറിയാമെങ്കിൽ ഏത് ജേണൽ എൻട്രിയും ആയിക്കോട്ടെ, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അടുത്ത ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു 8ഓളം നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ക്ലർക്കിന് മാത്രമായിട്ട്. അപ്പോൾ ഓരോ എക്സാമുകളും നമുക്ക് ഓരോ പാറ്റേണിലായിരിക്കാം, അല്ലെങ്കിൽ ഓരോ എക്സാമിൻ്റെയും ചോദ്യങ്ങൾ ഓരോ നിലവാരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ കുറച്ച് മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കണം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് കട്ട് ഓഫ് മാർക്ക് അടക്കുവാനായിട്ട് പറ്റുക. ഇപ്പം ആദ്യമായിട്ട് എഴുതുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വട്ടം എക്സാം എഴുതിയിട്ടും കട്ട് ഓഫിന് തൊട്ടടുത്ത് 1/2 മാർക്കിനും 1 മാർക്കിനും നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വീക്ക് പോയിന്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ബേസ് മുതലുള്ള പഠനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 6 മന്ത് ബാച്ചും അതുപോലെ 3 മന്ത് ബാച്ചും. ഇപ്പോൾ ഒരു ബേസ് മുതൽ പഠിച്ചു പോകുവാനായിട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് അല്ലെങ്കിൽ 6 മന്ത് ബാച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അക്കൗണ്ടൻസിയിലൊക്കെ ഏറ്റവും ബേസ് മുതൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചായിരിക്കും നമ്മുടെ ഈ ഒരു 6 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ 3 മന്ത് ബാച്ചിലേക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു എക്സാമിന് കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തി അല്ലെങ്കിൽ കട്ട് ഓഫിന് നേരിയ വ്യത്യാസത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയ ആളുകളെ സംബന്ധിച്ച് ഒരു ചിട്ടയായ പരിശീലനം അല്ലെങ്കിൽ ഒരു കൃത്യമായ പരിശീലനമാണ് നമ്മൾ ഈ ഒരു 3 മാസ കാലഘട്ടം കൊണ്ട് കൊടുക്കുന്നത്. അതായത് കൃത്യം ഓരോ ദിവസം ഏതൊക്കെ ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് കറക്റ്റായി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്തിരിക്കാം? ഈ ഒരു നമ്പർ കൊടുത്തിരിക്കാം. അതിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ടും അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയരുത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മാസം 10-ാം തീയതിയാണ്. അതിനു മുൻപ് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഒട്ടും സമയം കളയാതെ നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം നമുക്ക് പോകേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടേണ്ടത് എന്ന് പറയുന്നത് എവിടേക്കാണ്? 1ാം റാങ്കിലേക്കാണ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന 1ാം റാങ്കാണ്. 1ാം റാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. അപ്പം നിങ്ങളെ 1ാം റാങ്കിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ടീം CC ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ PDF നോട്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട്, കൊറി ഹാൻഡിൽ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് വരുന്നത്. അപ്പോൾ അഡ്മിഷനും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്